നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. റഷ്യയ്ക്കും ക്രിമിയൻ ഉപദ്വീപിനും മധ്യയുള്ള നിർണായകമായ ഗതാഗത മാർഗമായ ക്രിമിയൻ പാലം ഏതാണ്ട് $3 ബില്യൺ മുടക്കി നിർമ്മിച്ച റഷ്യയുടെ വിസ്മയം എന്ന് വിശേഷിപ്പിച്ച ക്രിമിയൻ പാലം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് യുക്രൈൻ്റെ ആളില്ലാത്ത അന്തർവാഹിനി മരീചിക. ഇതോടെ തകർന്നടിഞ്ഞിരിക്കുന്നത് പുടിൻ്റെ സ്വപ്നങ്ങൾ കൂടിയാണ്. അങ്ങോട്ടേക്കുള്ള ഏക ഗതാഗത മാർഗമാണ് ഉക്രൈൻ തകർത്തെറിഞ്ഞത്. ഉക്രൈൻ്റെ കുഞ്ഞൻ ഡ്രോണുകൾ ഞായറാഴ്ച റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്ത് 5 വ്യോമതാവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി 40 യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് ഉക്രൈൻ അവകാശപ്പെട്ടിരിക്കുന്നു. ഉക്രൈനിൽ നിന്നും റഷ്യ 2014 പിടിച്ചെടുത്തതാണ് ക്രിമിയ. ഉക്രൈൻ സൈന്യം 1100 കിലോഗ്രാം അണ്ടർ വാട്ടർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണ് പാലം തകർത്തെറിഞ്ഞത്. മരീചിക എന്ന പേരുള്ള ഉക്രൈൻ നിർമ്മിത ആളില്ലാത്ത അന്തർവാഹിനിയാണ് പാലം തകർക്കുന്നതിന് പിന്നിലെന്നാണ് ആരോപണം. ഇതിലൂടെ റഷ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ഉക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാലം തകരുന്നതിൻ്റെ വീഡിയോയും SBയും പുറത്തുവിട്ടു. എന്നാൽ പാലത്തിന്റെ എത്രത്തോളം ഭാഗം കേടുപാടുണ്ടായി എന്നതിൽ വ്യക്തതയില്ല. അതിവിപുലമായ സംവിധാനങ്ങളും ബഹുലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഴിവുമാണ് ഇതിന്റെ പ്രത്യേകത. കപ്പലുകൾ, പാലങ്ങൾ, തീരദേശ ബങ്കറുകൾ തുടങ്ങിയവയെല്ലാം നശിപ്പിക്കാൻ സാധ്യമാവും വിധമാണ് മരീചികയുടെ രൂപകൽപ്പന. റഡാറിലോ സ്കാനറുകളിലോ സോണാർ സംവിധാനങ്ങളിലോ പതിയാതെ വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം നിലയുറപ്പിച്ച് തക്കതായ സമയം നോക്കി ആക്രമിക്കാൻ മരീചികയ്ക്ക് കഴിവുണ്ടെന്നാണ് ഇത് വികസിപ്പിച്ചവർ അവകാശപ്പെടുന്നത്. സിഗ്നൽ പ്രവർത്തനക്ഷമമാകുന്നത് വരെ സ്റ്റാൻഡ് ബൈ മോഡിൽ നിശബ്ദമായി കാത്തിരിക്കും. സുരക്ഷാ കാരണങ്ങളാൽ ഇതിൻ്റെ പല പ്രത്യേകതകളും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും 6 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1000 കിലോമീറ്റർ വരെ ദൂരപരിധി എന്നീ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. 2023 ഉക്രൈൻ ഇത് ആദ്യമായി വിജയകരമായി പരീക്ഷിക്കുന്നത്. മരീചികയെ കൂടാതെ മറ്റു കുറഞ്ഞ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ കഴിയുന്ന അന്തർവാഹിനി ഡ്രോണുകളും ഉക്രൈൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈനിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ ഈ ആക്രമണത്തിൽ TNT സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത്. റഷ്യയ്ക്കും ക്രിമിയൻ ഉപദ്വീപിനും മധ്യയുള്ള നിർണായകമായ ഗതാഗത മാർഗമാണ് ഇത്. ഇതിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണം. കെർച്ച് കടലിടുക്കിന് കുറുകെ 19 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽ റോഡ് പാലം യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. 2018 മെയ് 15 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഉദ്ഘാടനം ചെയ്തത്. 2014 യുദ്ധത്തിനിടെയാണ് യുക്രൈനിൽ നിന്നും റഷ്യ ക്രിമിയ പിടിച്ചെടുത്തത്. മേഖലയിലെ റഷ്യൻ നിയന്ത്രണം തടസ്സപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഉക്രൈൻ ക്രിമിയൻ പാലത്തെ പല തവണ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം 2022 ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇത് 3ാം തവണയാണ് ഉക്രൈൻ ആക്രമിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 4 മണിക്കൂറോളം പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിർത്തിവെച്ചിരുന്നു. 2022 ഒക്ടോബറിലുണ്ടായ ആക്രമണത്തിൽ പാലം ഭാഗികമായി തകർന്നിരുന്നു. 2022 2023 മുൻപ് പാലത്തിന് നേരെ ആക്രമണം നടന്നത്. നേരത്തെ 2 ആക്രമണവും ജലോപരിതലത്തിൽ വെച്ചായിരുന്നുവെങ്കിൽ ഇത്തവണ അണ്ടർ വാട്ടർ ഓപ്പറേഷൻ ആയിരുന്നു. പുലർച്ചെ 4:45 പാലം തകർക്കുന്നതിനായി ആദ്യ സ്ഫോടക വസ്തു ഉപയോഗിച്ചത്. 1000-ലധികം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിനാൽ പാലത്തിന്റെ വെള്ളത്തിനടിയിലുള്ള സ്പോട്ട് തൂണുകൾ കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതേസമയം ഇതിനായി ബോംബ് നിർമ്മിച്ച ഒരു ഉക്രൈൻ സ്വദേശിയെ റഷ്യ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുണ്ട്. വളരെ രഹസ്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതായിരുന്നു ആക്രമണം. വെള്ളത്തിനടിയിൽ വെച്ച് നടത്തിയ ഓപ്പറേഷൻ ആദ്യ അവസാനം വരെ SBU തലവൻ ലഫ്റ്റനന്റ് ജനറൽ വാസിൽ മാലിക് നിരീക്ഷിച്ചു.